സ്ഥാനത്തെ ജയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ വേറെ ഒരു ചിന്തയില്ല. അപ്പൊ അതെങ്ങനെയായിരുന്നു ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത്? അതെങ്ങനെയായിരുന്നു അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങൾ സങ്കല്പിക്കുന്നില്ല, പ്രത്യേകിച്ച് ജയിക്കുക എന്നുള്ളത് കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന ഒറ്റ അജണ്ടയിലാണ് കോട്ടയത്തെ UDF ലീഡർഷിപ്പ് ഒറ്റക്കെട്ടായിട്ട്. ഞങ്ങളുടെ ആ ചിന്ത പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം അക്കാര്യത്തിൽ ലഭിച്ചു. കോട്ടയം UDFന്റെ ഒരുക്ക് കോട്ടയായി നിലനിൽക്കണം എന്ന് ജനാധിപത്യ ഈശ്വര വിശ്വാസികൾ, കൃഷിക്കാർ, കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട്. UDFന്റെ കൂടെ നിന്ന് സഹകരിച്ചു പോയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. UDFനെ വഞ്ചിച്ച ഇടതുപക്ഷ പാളയത്തിലേക്ക് പോയ ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അവരെടുത്ത നിലപാട് തെറ്റായിപ്പോയി എന്നുള്ളതും ഇന്ന് സമൂഹം വിധിയെഴുതിയിരിക്കുകയാണ്. അതോടൊപ്പം കേരള കോൺഗ്രസിന്റെ KM മാണി സാറിന്റെ മരണശേഷം കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ശ്രീ PJ ജോസഫ് സാറും CH തോമസ് സാറും നേതൃത്വം കൊടുത്തുകൊണ്ട് UDFനോടൊപ്പം കേരള കോൺഗ്രസ് നിലനിൽക്കണം, മുന്നോട്ട് പോകണം എന്നെടുത്ത രാഷ്ട്രീയ നിലപാട് ശരിവെക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പൊ കോട്ടയത്ത് UDFന്റെ ഉരുക്ക് കോട്ടയാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ AC ജോസഫ് അടക്കം കോട്ടയം DCC പ്രസിഡന്റ് ഉൾപ്പെടെ UDFന്റെ കോൺഗ്രസ് ലീഡർഷിപ്പ് ഘടകകക്ഷികൾ UDF ഒറ്റക്കെട്ടായി നിന്ന് വർക്ക് ചെയ്തു. ആ വർക്കിന് ഫലമുണ്ടായി. അതിൽ ഞങ്ങൾ ജനങ്ങളോട് നന്ദി പറയും. Yes. Next.